എൻ്റെ ഗാലറി എന്ന പേജ് ബ്രോഡാണ്. സംശയമുണ്ട് അത് ഏത് ആപ്പ് പേജ് എഡിറ്റ് ചെയ്യുന്നത് കറക്റ്റ് എനിക്ക് പറഞ്ഞുതരാം, അതെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ. ഞാൻ കുറച്ച് യൂട്യൂബ് വീഡിയോ കണ്ടു, എനിക്ക് അത്ര മനസ്സിലായില്ല, അതുകൊണ്ട് വെച്ചു. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് മീ ജോബി ഫ്രം എൻ്റെ ഗാലറി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു പിക്കിനെ എങ്ങനെ ഇങ്ങനെ മാറ്റാനാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് നേരെ എഡിറ്റിങ്ങിലോട്ട് പോകാം. അതിനായി നമുക്കാദ്യം പ്രീസെറ്റും നമ്മൾക്ക് എഡിറ്റ് ചെയ്യേണ്ടതായ പിക്കും ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അതിനായിട്ട് റൈറ്റ് സൈഡിൽ ബോട്ടത്തിൽ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് 2 ഇമേജും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, 2 ഇമേജും ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതായ പിക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊരു വൈഡ് ആംഗിൾ ഷോട്ട് ആയതുകൊണ്ട് തന്നെ അത് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് സൈസിലോട്ട് മാറ്റണം. അതിനായി അതിനകത്ത് ക്രോപ്പ് ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് പ്രീസെറ്റ്സ് കുറച്ചുണ്ട്, അതിനകത്ത് ക്രോപ്പ് ഓപ്ഷൻസ്, അതിനകത്ത് 4:5 സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി റൈറ്റ് സൈഡിൽ ടോപ്പിലുള്ള ടിക്ക് ചെയ്യുക. നമ്മളിനി ഇവിടെ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ഫുള്ള് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഇതിൻ്റെ പ്രീസെറ്റ് നമ്മൾ ഒരു വീഡിയോയിൽ ഫുൾ ട്യൂട്ടോറിയലായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നതാണ്. ഇപ്പം ഈ പ്രീസെറ്റിൻ്റെ ഈ ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് കോപ്പി സെറ്റിങ്സ് എടുക്കുക. എല്ലാ ചെക്ക് ബോക്സും ടിക്ക് ചെയ്തിട്ട് കോപ്പി ടിക്ക് ചെയ്യുക. നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഇമേജിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഒറ്റ ക്ലിക്കിൽ തന്നെ ഫുൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ജോമെട്രി സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇമേജിൻ്റെ ജോമെട്രിയാണ് ഇവിടെ വന്നത്. ഓക്കെ, നമുക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട പോർഷൻ എടുക്കുക. ഓക്കെ, ഈ ഇമേജിന് വേണ്ടിയ കളർ ഇതിനകത്ത് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പിന്നെ ഞാൻ ഒത്തിരി അഡ്ജസ്റ്റ് ഒന്നും ചെയ്യാൻ. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇമേജിന് കോൺട്രാസ്റ്റോ എക്സ്പോഷർ കൂടുതലാണെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി അത് എക്സ്പോർട്ട് ചെയ്യുക. ഇമേജ് സേവ് ടു ഡിവൈസ് കൊടുക്കുക. ഓക്കെ, സെക്കൻഡ് ആപ്പായ ലെൻസ് ഡിസ്റ്റോഷനിലോട്ട് പോകാം. ഓക്കെ, ഈ ആപ്പ് ഓൾറെഡി പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്രാക്ക്ഡ് വേർഷനാണ്. മെയിൻലി 2 ആപ്പാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒന്ന് ലൈറ്റ് റൂം, സെക്കൻഡ് വൺ ലെൻസ് ഡിസ്റ്റോഷൻ. ഈ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ചൂസ് ഇമേജ് കൊടുക്കുക. ഓക്കെ, നമ്മൾ അതിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത ഇമേജ് ഇതിനകത്തോട്ട് ഓപ്പൺ ചെയ്യുക. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. താഴെ ടോൺസ് ചേഞ്ച് ചെയ്യാൻ പറ്റും, പിന്നെ ലൈറ്റ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റും. ഈ ടോൺസ് ഒന്നും ഇവിടെ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമില്ല, ഓൾറെഡി കളർ ഗ്രേഡ് ചെയ്തിട്ടാണ് നമ്മളിങ്ങോട്ട് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഓക്കെ, ലൈറ്റിൽ നമുക്ക് ഫസ്റ്റത്തെയാണ് ആവശ്യമുള്ളത്. അതാണ് കുറച്ച് എസ്തെറ്റിക് ആയിട്ട് തോന്നിയത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈറ്റ് അത് ആഡ് ചെയ്യാം. ഒരുപാട് ലൈറ്റ്സ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ലൈറ്റ്സ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് നമുക്ക് വേണ്ടി ലൈറ്റ് ചൂസ് ചെയ്യുക. അതിനകത്ത് ചില ഭാഗങ്ങൾ റബ്ബ് ചെയ്യണമെങ്കിൽ റബ്ബ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ലൈറ്റ്, ബ്രൈറ്റ്നസ്, സോഫ്റ്റ്നെസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എഡിറ്റ് ചെയ്യുന്ന പിക്ക് അനുസരിച്ച് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്കിനി ഇതിനകത്ത് നമ്മുടെ വാട്ടർമാർക്ക് എല്ലാം ആഡ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ പിക്സ് ആർട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്നാപ്സീഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇൻഷോട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് ആപ്സ് അവൈലബിൾ ആണ്. ഇതിലേതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ച് നമ്മുടെ വാട്ടർമാർക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എല്ലാം ജസ്റ്റ് ഒന്ന് കാണിക്കാം.
ഇനി ആ മുകളിലത്തെ ആരോയിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് JPEG മാക്സ് കൊടുക്കുക. ഇതാണ് നമുക്ക് വേണ്ടിയത്. നേരെ എക്സ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഇമേജ് എക്സ്പോർട്ട് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനിഷ്യൽ ആൻഡ് ഫൈനൽ ഇമേജ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇങ്ങനെ നമ്മുടെ പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ആദ്യം യൂട്യൂബ് സെർച്ച് ബട്ടൺ ഈ ചാനൽ സെർച്ച് ചെയ്യുക. എൻ്റെ ഗാലറി സെർച്ച് ചെയ്തുകൊണ്ട് അതിനകത്ത് വീഡിയോ ടാബിലോട്ട് പോവുക. വീഡിയോ ടാബിൽ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആയ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ആ വീഡിയോ ഓപ്പൺ ചെയ്യുക. ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ MOODY ഐ കാർഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആ വീഡിയോ ഓപ്പൺ ചെയ്ത ശേഷം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പ്രീസെറ്റിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. DNG ഫയൽ പ്രീസെറ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ ക്രോമിലോട്ട് റീഡയറക്റ്റ് ആവും. ഓക്കെ, ഡൗൺ ആരോ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് കോഡ് ചോദിക്കും. ഈ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ ടോപ്പ് റൈറ്റ് കോർണറിൽ ഐ കാർഡിൽ ഇതിൻ്റെ പാസ്കോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. പാസ്കോഡ് എങ്ങനെ കിട്ടുന്നതെന്ന് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റൂൾസ് പ്രീസെറ്റ് വേണ്ടിയവർ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. ഇനി ആ കിട്ടിയ പാസ്കോഡ് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാൻ നേരെ തന്നെ പ്രീസെറ്റ് ഡൗൺലോഡ് ആവുന്നതാണ്. ഈ പ്രീസെറ്റ് ഡയറക്റ്റ്ലി ലൈറ്റ്റൂമിൽ ആഡ് ചെയ്തിട്ട് സെറ്റിങ്സ് കോപ്പി ചെയ്തെടുത്താണ്. ആൻഡ് ഫൈനലി പിക്സ് ഓഫ് ദ വീക്കിലേക്ക് പോകാം. ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി ഫോളോ ചെയ്യുക. നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എഡിറ്റിംഗ് പിക്സ് അതിൽ ടാഗ് ചെയ്യുക. ഇവിടെ ഫീച്ചർ ചെയ്യുന്നതായിരിക്കും, സ്റ്റോറിയിലും മെൻഷൻ ചെയ്തതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഓക്കെ താങ്ക് യു. മെയിൻലി 2 ആപ്പ് മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒന്ന് ലൈറ്റ് റൂം, രണ്ടാമത്തെ ലെൻസ് സ്വിച്ച്. ഓക്കെ താങ്ക് യു.